എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂക്കളൊക്കെ കണ്ടില്ലേ? കായ് ഉണ്ടാകാൻ വേണ്ടി മുന്നോടിയായിട്ടുണ്ടാകുന്ന പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതായത് ഇത് രൂപത്തിലായിരിക്കും ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞതിന് ശേഷമാണ് പൂവായിട്ട് വിരിയുക. ഇതിൻ്റെ ഉള്ളിലൊരു കേസരി എന്നൊരു സംഭവമുണ്ട് കേട്ടോ. ഇതിൽ പരാഗണം നടക്കുമ്പോഴാണ് ഇത് കായായിട്ട് മാറുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാതെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒണ്ടമാനം തേനീച്ചകളുണ്ട്, ചെറിയ തേനീച്ചകളുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി പരാഗണം നടത്തുന്നുണ്ട്. ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേലധികം പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്, കായകൾക്ക് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഞങ്ങൾ ഇതിൽ വളം നല്ല രീതിയിൽ ചെയ്തിരുന്നു. എല്ലുപൊടിയും അതുപോലെ തന്നെ ചാണകം കൂടിയിട്ട് ഉണങ്ങിയ ചാണകം മിക്സ് ചെയ്ത് ഇതിൻ്റെ കടക്കിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നല്ലോണം പൂവ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു പൂവ് ഇങ്ങനെ കൊഴിഞ്ഞതിന് ശേഷം കായായിട്ട് അതൊരു 2 മാസം കഴിയുമ്പോഴേക്കും ഒരു പരുവാകും. ഈ പ്രാവശ്യം ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇത്ര അധികം പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം കേട്ടോ. നല്ല രീതിയിൽ വളം കൊടുത്ത കാരണം തോന്നുന്നു ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓട്ടോമാറ്റിക്കലി പരാഗണം നടക്കുന്നുണ്ട്. ചെറു തേനീച്ചകൾ കണ്ടില്ലേ, ഇതിനുള്ളിലൊക്കെ പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പരാഗണം നടക്കണ കാരണം ഈ പ്രാവശ്യം നല്ല രീതിയിലുണ്ടാവും. ഈ പ്രാവശ്യത്തെ മഴയെ ഒരു ചെറിയൊരു പ്രശ്നമാണ്. അത് പൂ വിരിയുമ്പോൾ അത് മഴ കൊള്ളുമ്പോൾ അത് അതിൻ്റെ പൂപ്പൊടി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പൂ വിരിയാറായി തോന്നുമ്പോൾ തന്നെ ഏകദേശം ഒരു ചെറിയ രൂപത്തിലാകുമ്പോൾ തന്നെ കവറിട്ട് കൊടുക്കുന്നത്, നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കവറും ചെറിയ കവറുകളൊക്കെ ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ വരും, വെയിൽ ഉദിക്കുമ്പോൾ വരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഇവർക്ക് പൂമ്പാറ്റകൾക്ക് പരാഗണം നടത്താനും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ചെറിയ തേനീച്ചകളൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടി എന്ന് പറയുന്നത് നല്ലൊരു 2-3 വർഷത്തെ പഴക്കമുണ്ട്. ഇപ്പോൾ കിലോയ്ക്ക് 10-300-250 രൂപ വില വരുന്നുണ്ട് ഇതിന് ഫ്രൂട്ടുകൾക്കെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വീട്ടിൽ വരാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂക്കണേന് മുന്നേ പൊട്ടിച്ച് വെച്ചിട്ട് അത് മധുരം കുറവായിരിക്കും അവർ പഴുപ്പിക്കുമ്പോൾ. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ പഴുപ്പ് കയറി നോക്കിയിട്ട് നമുക്ക് മൂത്ത് നോക്കി പഴുക്കുമ്പോൾ പൊട്ടിച്ചെടുക്കാം. അങ്ങനെ ഒരു സൗകര്യം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഈ ഫ്രൂട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. 2 തരം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്. മജന്ത, അതായത് പിങ്ക് കളറുള്ളതും വൈറ്റ് കളറുള്ളതും. ഇത് എങ്ങനെ തിരിച്ചറിയാം? ഇപ്പോൾ നമ്മുടെ ഈ പോട്ടിൽ ഈ ചെറിയ ചെടിയിൽ 2 തരം ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അറിയുന്നവർക്ക് അറിയാം, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ ഇതിപ്പോൾ വന്നിരിക്കുന്നത് റെഡ്, അതായത് പിങ്ക് കളറിലാണ്. ഇതിൻ്റെ എൻഡിലൊക്കെ കണ്ടില്ലേ, ചെറിയ റെഡിഷ് വന്നിട്ടുണ്ട്. തന്നെയല്ല ഇതിൻ്റെ ഈ തണ്ടുമ്മ വരുന്നത് ഈ നേരെയായിരിക്കും അതിൻ്റെ ഈ തണ്ടിൻ്റെ ഘടന വരുന്നത്. കണ്ടോ, ഒക്കെ നേരെ വരുന്നത്. അന്നാ സ്ഥാനത്ത് വൈറ്റ് കളർ വരുന്നുണ്ട്. ഈ വൈറ്റ് കളറിൽ എന്താ പ്രത്യേകം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വൈറ്റ് കളറാണത്. ഈ വൈറ്റ് കളറിൽ വരുമ്പോൾ ഇത് റെഡിഷ് ഇല്ല, തുമ്പിൽ റെഡിഷ് ഇല്ല, പച്ച കളറാണ് വരുന്നത്. അപ്പോൾ തന്നെ ഇതിൻ്റെ തണ്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ കറവുണ്ട്. കണ്ടോ, ചെറിയ കറവായിട്ട് നിൽക്കണുണ്ട്. ഇതിലൊക്കെ ഇങ്ങനെ കറവായിട്ട് അങ്ങനെ 2 തരത്തിൻ്റെയും 2 തരം പ്രത്യേകതകളാണ്. അപ്പോൾ ഇതിൽ 2 ചെടികൾ ഇതിനുണ്ട്, 2 തരം ഫ്രൂട്ട് ഇതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് റെഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ എണ്ണം കൂടുതലായ കാരണം ചെറുത് വലുതും ചെറുതൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ നോക്കിയേ, ചെറുതായിട്ടുണ്ട്. ഇതിൽ ചിലതൊക്കെ ഏകദേശം നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം വലുപ്പങ്ങൾ പല സൈസിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ വലുപ്പങ്ങളും കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പഴുത്ത് അടിപൊളിയായിട്ട് നിൽക്കുന്നതൊക്കെ എല്ലാം പഴുത്തു. നമ്മൾ നേരത്തെ കണ്ട ഐറ്റംസ് അല്ല കേട്ടോ. അപ്പോൾ പഴുത്ത് വളരെ പാകമായിട്ട് നിൽക്കുന്നത്. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകണത് ഓരോന്നോരോന്ന് പൊട്ടിക്കാം. കണ്ടോ, ഇതിനുള്ളിലത്തെ റെഡിഷ് കണ്ടോ. അപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. ഇപ്പോൾ അധികം ആയ കാരണമാണ് സൈസ് വളരെ കുറവാണ്. ഒറ്റയ്ക്ക് തെറ്റയ്ക്ക് നിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ വലുപ്പമുള്ളതായിരിക്കും. ഇപ്പോൾ ഒരു സൈസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം തന്നെ പൊട്ടിക്കുകയാണ്. അത് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാവരും കൊടുക്കണം. അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ഏകദേശം ഇത്രത്തോളം പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും പൊട്ടിക്കാനുണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ അയൽവക്കം നൈബേഴ്സ് ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചാണ്. ഇനിയും 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഇതിനും പാകമാവും. പഴുത്ത് നല്ല ടേസ്റ്റ് ആവും. ഇപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് റെഡാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ വൈറ്റുണ്ട്.